സദസ്സിൽ ഉള്ള വിശിഷ്ട പ്രിയ സുഹൃത്തെ, ഹൈസ്കൂൾ തലത്തിൽ ഗോപിയും ഞാനും ക്ലാസ്മേറ്റ് മാത്രമല്ല ബെഞ്ച്മേറ്റ് കൂടി. ഇവിടെ നാട്ടിൽ വരുമ്പോഴെല്ലാം ഒന്നിച്ചു കാണുകയും ഒന്നിച്ചു ഓടുകയും സംസാരിക്കുകയും പരസ്പര ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരു കാലം ഞങ്ങളെ സംബന്ധിച്ചുണ്ടായിരുന്നു. പഠിക്കുന്ന കാലത്ത് ഒരുപക്ഷെ എത്ര പേർക്ക് അറിയും എന്നെനിക്കറിയില്ല, ഞങ്ങളുടെ സ്കൂളിൽ ഹൈസ്കൂളിൽ ഞങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും ശക്തനും ഒരു ഭീകരൻ എന്ന് തോന്നിപ്പോകുന്ന ഒരു വ്യക്തി, ഒരു അധ്യാപകനായിട്ട് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ. അദ്ദേഹത്തിന്റെ പേര് എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ വിളിച്ചോണ്ട്, സ്കൂളിലോട്ട് മുഴുവൻ ആളുകൾ വിളിച്ചോണ്ട് ചക്കനാടൻ ചക്കനാടൻ എന്നായിരുന്നു. ചക്കനാടൻ സാറിന്റെ ക്ലാസ്സിൽ ഒരു ദിവസം എന്നോട് പറയുകയാണ്, മണി, നമുക്ക് അടുത്ത ദിവസം ഒരു ഓട്ടം തുള്ളൽ അവതരിപ്പിക്കണം. ആരും അവതരിപ്പിക്കണം, അതൊക്കെ ഞാൻ ചെയ്തോളാം, നീ എന്റെ കൂടെ പാടണം. വളരെ പേടിച്ചാണ് സാറിനോട് ഇന്ന് അനുമതി ചോദിച്ചത്. സാർ തയ്യാറായി. അന്ന് ആ ക്ലാസ്സിലും അതിനുശേഷം സ്കൂളിൽ നടന്ന യൂത്ത് ഫെസ്റ്റിവലിലും ഗോപിനാഥ് ഓട്ടം തുള്ളൽ അവതരിപ്പിച്ചു. ആ സ്കൂളിന്റെ നല്ലൊരു കൈയടി അദ്ദേഹം നേടുകയുണ്ടായി. ഞാനത് പറഞ്ഞു വന്ന് മറ്റൊന്നും കൊണ്ടല്ല, ഗോപിക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഒരു കാര്യം ഇന്നതിൽ അവതരിപ്പിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറകോട്ട് പോരുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു പഠിക്കുന്ന കാലം മുതൽ. എന്ത് തീരുമാനിച്ചോ ആ തീരുമാനിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക, അത് പഠിക്കുന്ന കാലത്ത് ഗോപിക്ക് ഒരു പ്രത്യേകതയായി. ആ പ്രത്യേകത പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായി എന്നാണ് ഒരു യാഥാർത്ഥ്യം. അതിനുശേഷം വന്ന് അദ്ദേഹം ഏറ്റവും വലിയ മജീഷ്യനെ നമ്മളിവിടെ കണ്ടു. ആ മജീഷ്യൻ അതേ സമയത്ത് തന്നെ എഴുവിനിൽ യുക്തിവാദി പ്രസ്ഥാനം യൂണിറ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിന്റെ സജീവ പ്രവർത്തനത്തിന് മുന്നിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നേതൃത്വം നൽകാനായിട്ട് ശ്രീ ടി എൻ അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠനും ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ പ്രത്യേകത ഉണ്ടായിരുന്നത്, ഒരാളെയും വേർതിരിച്ചു കളയാതെ യുക്തിവാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് സമൂഹത്തിൽ കൊള്ളുകില്ലാത്തവരാണ് എന്നൊരു ചിന്ത അന്ന് ഈ എഴുവനിൽ ജീവിച്ചിരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടായില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ആ പ്രസ്ഥാനത്തെ, അതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ അത് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ വിശ്വാസികൾ ഒരാളുടെ പേര് മാത്രമേ ഞാൻ പറയും. നമ്മുടെ ശ്രീനാരായണ ക്ഷേത്രത്തിന്റെ ദേവസ്ഥത്തിന്റെ സെക്രട്ടറിയൊക്കെ ആയിരുന്ന ശ്രീ വിജയൻ സാർ. അദ്ദേഹം വരെ സാമ്പത്തികം തന്നുകൊണ്ട് യുക്തിവാദി സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നിലവിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു വലിയ മനസ്സുള്ള ഒരു സമൂഹത്തെ ഇവിടെ വാർത്തെടുക്കുന്ന കാര്യത്തിൽ ഗോപിയെപ്പോലുള്ളവർ അന്ന് ഈ രംഗത്തുണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം. ഗോപിയെ കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം മറ്റൊന്നുമല്ല. എനിക്ക് തോന്നുന്നത്, സ്വന്തം അവസാന ശ്വാസം വരെ സ്വന്തം ചിന്തകള് അല്ലെ സ്വന്തം വിശ്വാസത്തെ അത് മാറ്റിപ്പിടിച്ചുകൊണ്ട് സമൂഹം ഏതെല്ലാം തരത്തിൽ എതിർത്ത് വരും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പോലും അതിൽ നിന്ന് ഒരു അണുവിടെ പോലും പുറകോട്ട് മാറാത്ത ഒരു വലിയ മനസ്സിന്റെ ഉടമയായിരുന്നു. അതിൽ നിന്നുള്ള ഒരു വലിയ മനുഷ്യ സ്നേഹിയായിരുന്നു. ഈ സമൂഹത്തിന് ദോഷകരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ, അത് ഏത് തരത്തിലുള്ളത്, ആധ്യാത്മിക അത് തെറ്റ് എന്ന് പറയാൻ കാണിച്ചൊരു ചങ്കൂറ്റമുള്ള ഒരു വ്യക്തിയായിരുന്നു ശ്രീ ഗോപി. അദ്ദേഹം ശീലിച്ചു പോന്ന മാജിക്, മാസ്മരി വിദ്യ, അത് മുഴുവൻ ഇത്തരം ദിവ്യാത്ഭുതങ്ങളുടെ അനാവരണങ്ങൾ, അതിന്റെ ആ പൊള്ളത്തരങ്ങൾ സമൂഹത്തെ മുഴുവൻ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അവസാന ശ്വാസം വരെ അദ്ദേഹം പ്രവർത്തിച്ചു എന്നാണ് ഒരു വലിയ സന്തോഷം. പിന്നീട് എല്ലാവരും സൂചിപ്പിച്ചതുപോലെ അവസാന സമയത്ത് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവരുന്നോ, എന്ത് ആശയമായിട്ട് മുന്നോട്ട് പോയോ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ കൂടി ആ രംഗത്തെ കൊണ്ടുവരികയും അദ്ദേഹത്തിന്റെ ചിന്തകൾക്കനുസൃതമായിട്ട് മരണശേഷം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എങ്ങനെ കൊണ്ടുപോകണം, എന്ത് ചെയ്യണം എന്ന് ആ കുടുംബത്തോട് അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു മാനസികാവസ്ഥ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഉണ്ടാക്കി കൊടുത്തു എന്നതാണ് ഗോവയിലെ ഏറ്റവും വലിയ മനുഷ്യനെ നമ്മൾ കാണുന്നത്. കൂടുതൽ കാര്യം, എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് ഗോവയുമായി ബന്ധപ്പെട്ടുള്ളത്, ഇവിടുത്തെ പ്രവർത്തന കാലഘട്ടത്തിൽ. പക്ഷെ എന്റെ ഉള്ളിൽ കുറേ വിങ്ങലുകൾ ഉള്ളതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഏതായാലും എന്റെ പ്രിയ സഹൃദയൻ, എന്റെ സുഹൃത്ത്, ഇവിടെ
എഴുവിന്റെ വരുന്ന സമയങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും വിട്ടുപിടിപ്പിച്ചാണ് ശരി, കാണാതെ പോകില്ലാത്ത ഒരു വലിയ വ്യക്തി അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ അതിൽ പങ്കെടുന്നുകൊണ്ട് ഞാൻ ഈ സമ്മേളനത്തിൽ എന്റെ ഈ ഹ്രസ്വമായ വാക്കുകൾ പതിപ്പിച്ചിട്ടുണ്ട്. അവസാനിപ്പിക്കട്ടെ. അനുസ്മരണ പരിപാടി ഗംഭീരമായി തന്നെ നടന്നു. ഇത് സമാപിക്കുകയാണ്. ഇവിടെ ഗോപിച്ചേട്ടനെ അനുസ്മരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോ മറ്റാരെങ്കിലും ഒക്കെ പറയുന്ന പോലെയുള്ളതല്ല. കുറെ കാലത്തെ ബന്ധം പ്രകാശനും ഞാനും ഒരുപക്ഷെ ഗോപിച്ചേട്ടനും ഒക്കെ ഒട്ടേറെ സംഘത്തിന്റെ തന്നെ വേദികളിൽ സൗഹൃദം പങ്കിടാനോ സാഹോദര്യം പങ്കിടാനോ ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കോ നിങ്ങൾക്കോ ഒക്കെ അടുപ്പമുള്ളതിനേക്കാളും അദ്ദേഹത്തിന്റെ മകളിവിടെ ഉണ്ട്, സഹോദരനുണ്ട്. ജയപ്രകാശക്കയ്യന്റെ അധ്യവസാന സംഘാടകരാണ് ഈ പരിപാടിയുടെ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഗോപിച്ചേട്ടനെ അനുസ്മരിക്കുമ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വരുന്നത് ഈ ദിവ്യാത്ഭുതാനാവരണത്തിന്റെ തന്നെ ഭാഗമായും ശാസ്ത്ര പ്രചാരണത്തിന്റെ ഭാഗമായി നമുക്കൊക്കെ അറിയാം, ഒരു പുരോഗമന പ്രസ്ഥാനം കാലാകാലങ്ങളിൽ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. പലപ്പോഴും അത് സംഘടിപ്പിക്കുന്നവർക്ക് അതിന്റെ സാമ്പത്തികമായ വലിയ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. പലപ്പോഴും യുക്തിവാദ സംഘത്തിന്റെ പരിപാടികളിൽ ഈ ഗോപിചേട്ടൻ മാജിക് അവതരിപ്പിക്കാൻ, അല്ലെ ദിവ്യാത്ഭുതാനാവരണ പരിപാടി അവതരിപ്പിക്കാൻ ഞങ്ങൾ തന്നെ ക്ഷണിച്ചുകൊണ്ട് പോയിട്ട് പലപ്പോഴും അദ്ദേഹത്തിന് തിരിച്ചു പോരാനായിട്ട് വണ്ടിക്കൂലി ഞങ്ങൾ തന്നെ വിഷമിച്ചാണ് ചെറിയൊരു തുക കൊടുക്കുന്നത്. അതുപോലും വളരെ ലാഭത്തോട് സാരില്ലെന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോരുന്ന വളരെ നല്ലവനായ ഒരു സഹോദരനെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ അതിന്റെ വേദനയാണ് ഞങ്ങൾ ഇവിടെ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. ഗോപിച്ചേട്ടന്റെ ഈ മരണം സത്യത്തിൽ അദ്ദേഹം എങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചോ അങ്ങനെ ജീവിച്ചയാളാണ്. ഏത് സന്ദർഭത്തിലും നിങ്ങൾ പലരും പറഞ്ഞ പോലെ, മണി സാർ പറഞ്ഞ പോലെ, ഈ നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലേഖ അശോക് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ജീവൻ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിലപാട് അദ്ദേഹം അത് ഉറച്ച് പറയുകയും ആ നിലപാടിന് വേണ്ടി ഏത് പ്രസ്ഥാനത്തിൽ നിന്നോ അവിടെ എല്ലാം യുക്തിവാദിയായി നിലകൊണ്ട് തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഈ ഗോപിച്ചേട്ടന്റെ, അല്ലെങ്കിൽ നമുക്കെല്ലാം പ്രിയപ്പെട്ട എഴുവിന്ന ഗോപിനാഥ് എന്ന മജീഷ്യന്റെ, ശാസ്ത്ര പ്രചാരകന്റെ ഈ അനുസ്മരണം നടക്കുന്ന ഈ വേളയിൽ എല്ലാവരും എത്തിച്ചേർന്നതിൽ വലിയ സന്തോഷമുണ്ട്. അതിലെല്ലാം ഉപരി അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെ വരും കാലങ്ങളിൽ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുപോകാൻ കേരള യുവജന സംഘത്തിന്റെ ആശയം പോലെ തന്നെ എല്ലാ പ്രസ്ഥാനങ്ങളിലും ഇത്തരം ആശയങ്ങൾ കൊണ്ടുവരാനും അതിന്റെ പ്രചാരകരായി നിൽക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും കരുത്തും സാധ്യതയും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇന്ന് നമ്മുടെ എഴുപുന്ന ഗോപിനാഥ് ചേട്ടന്റെ അനുസ്മരണമാണ് ഇവിടെ നടക്കുന്നത്. എഴുപുന്ന ഗോപിനാഥ് എന്ന് പറയുന്നതിലുപരി ഗോപിച്ചേട്ടൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വ്യക്തിബന്ധവും അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ടുള്ള ബന്ധവും ഒക്കെ തന്നെ ഗോപിച്ചേട്ടനെ എന്റെയും ജീവിതത്തിലേക്ക് അടുപ്പിച്ച ഒരു കണ്ണിയായിരുന്നു. ഒരുപാട് മജീഷ്യന്മാർ നമ്മൾ കണ്ടിട്ടുണ്ട്, മാജിക് കലകൾ നമ്മൾ ആസ്വദിച്ചിട്ടുമുണ്ട്. എന്നാൽ ആ മജീഷ്യന്മാരിൽ നിന്നും വ്യത്യസ്തമായി ഗോപിച്ചേട്ടനിൽ നമ്മൾ കണ്ടിരുന്നത് മാജിക് എന്ന കലയിലൂടെ റിയാലിറ്റിയെയും യാഥാർത്ഥ്യത്തെയും ശാസ്ത്രത്തെയും സത്യത്തെയും വെളിച്ചത്ത് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടി അദ്ദേഹം പഠിച്ച കലയെ സാമാന്യ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ധിഷണത കാണിച്ച ധിഷണാശാലിയായിരുന്ന വ്യക്തിത്വമായിരുന്നു എഴുപുന്ന ഗോപിനാഥ് ചേട്ടൻ. അതായിരുന്നു കലയിൽ മറ്റു മജീഷ്യന്മാരിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയിരുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്ന പ്രസ്ഥാനം നമ്മൾക്കറിയാം, യുക്തിവാദം എന്ന പ്രസ്ഥാനമായിരുന്നു എന്നുള്ളത്. യുക്തിവാദത്തിൽ വിശ്വസിച്ചുകൊണ്ട് യുക്തിവാദികളാണെന്ന് പറയുന്ന എല്ലാവർക്കും അവരുടെ ഫാമിലിയെയോ കുടുംബാംഗങ്ങളെയോ ആ ഒരു തലത്തിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ നമ്മൾ മുൻപിൽ സംസാരിച്ച എല്ലാവരിൽ നിന്നും അത് കേട്ടറിഞ്ഞു. അദ്ദേഹത്തിന്റെ കുടുംബത്തെയും താൻ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളിലൂടെ ആ പ്രസ്ഥാനത്തിലൂടെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞ അത്ഭുത പ്രതിഭ, മഹാനായ വ്യക്തിത്വമായിരുന്നു ഗോപിച്ചേട്ടൻ. ഈ രണ്ട് പ്രത്യേകതകളും അദ്ദേഹത്തിന് മാത്രം സ്വന്തമായിട്ടുള്ളതാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹം വിശ്വസിച്ച പ്രസ്ഥാനത്തിൽ നിന്നും അദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കി സാമാന്യ ജനങ്ങളിലേക്ക് എത്തിച്ച് സാമാന്യ ജനങ്ങളിൽ ശാസ്ത്രവും സത്യവും
യുക്തിബോധവും വളർത്തുവാൻ പ്രേരണയാക്കിയ ഘടകവും ഇത് തന്നെയാണ്. ഈ വിപ്ലവ പ്രസ്ഥാനങ്ങൾ, അതായത് ഏറ്റവും വലിയ ഈ വിപ്ലവകാരികളിൽ ഏറ്റവും വലിയ വിപ്ലവം എന്ന് പറയുന്നത് സാമാന്യ ജനങ്ങളെ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളിലൂടെ വിശ്വസിപ്പിച്ചുകൊണ്ട് യുക്തിയും സത്യത്തിന് നിരക്കുന്നതും ധർമ്മങ്ങളിലൂടെ പോകുന്നതും ഏറ്റവും വിശ്വസനീയമായ തരത്തിൽ ജനങ്ങളിൽ അത് പ്രവർത്തനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അത് ഏറ്റവും നന്നായി ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ അദ്ദേഹം ഇത്രയും കർമ്മനിരതനായിരുന്നതുപോലെ തന്നെ അദ്ദേഹം ആഫ്റ്റർ ലൈഫ്, ജീവിതത്തിന് ശേഷവും അദ്ദേഹത്തിന്റെ അവയവങ്ങളും അതുപോലെ തന്നെ ബോഡി മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുത്തു എന്നാണ് നമ്മൾ കണ്ടത്. അതിലൂടെ അദ്ദേഹം വളരെ നൂതനവും മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് നമ്മുടെ സമൂഹത്തിന് മുന്നിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കണ്ണുകളും ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നറിയുന്നു. ഇതൊക്കെ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ജനകീയമായിട്ടുള്ളതും എന്താണ് അതിന് പറയുന്നത്, അതിന് പകരം വെക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. അതെല്ലാം സാധിച്ച് നമ്മളിൽ നിന്നും കടന്നുപോയ വ്യക്തിത്വമാണ് ഗോപിച്ചേട്ടൻ. അതൊക്കെ തന്നെ ഇനിയിപ്പോ നമ്മളൊക്കെ തന്നെയാണെങ്കിലും നമ്മളുടെ മരണശേഷം നമ്മുടെ ബോഡി ഇതുപോലെയൊക്കെ വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് അവയവദാനം നടത്തുവാനോ ഒക്കെ തന്നെ ആഗ്രഹം ഉണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മളിൽ ഓരോരുത്തർക്കും. എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ഇതൊക്കെ നടന്നു വരുമോ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ എത്രത്തോളം നമ്മുടെ കുടുംബത്തിൽ യാഥാർത്ഥ്യമാവും എന്നതിന് ഒരു തീർച്ചയും ഇല്ലാതെയാണ് നമ്മളൊക്കെ ഈ അനുസ്മരണ ഈ ഒരു സമ്മേളനത്തിൽ പോലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മൾക്ക് ചിലപ്പോൾ ഇത്ര കേട്ട് കഴിയുമ്പോൾ ആഗ്രഹം ഉണ്ടാവും, നമ്മൾക്കും ബോഡി കൊടുക്കണം, അങ്ങനെ ഒരു പ്രവർത്തനത്തിന് മാതൃകയാവാൻ നമ്മൾക്ക് കഴിയണം എന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ കഴിയണമെന്നില്ല. പക്ഷെ അത് കഴിയുവാൻ ഉതകുന്ന തരത്തിൽ കുടുംബത്തെ കൂടി പ്രചോദനം ആക്കിക്കൊണ്ട് ആ മാതൃകാ പ്രവർത്തനം കാഴ്ചവെച്ച് നമ്മളിൽ നിന്നും കടന്നുപോയ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും എന്റെ അശ്രുകണങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം പങ്കുചേരുന്നു. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഓൾ.